ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയാണ് അവൻ്റെ കാലുമ്മൽ ഈ ഒരു മുറി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. സംഭവത്തിൽ ഇത് ഇന്നുണ്ടായിട്ടുള്ള മുറിയാണ്. ഇതുപോലെ മുറികൾ അവന് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. സത്യം പറഞ്ഞാൽ കാലുകൾ മാറി മാറിയിട്ടാണ് അവന് ഈ രീതിയിൽ മുറി ഉണ്ടാവുക. സാധാരണ മുറി ഉണ്ടാവുമ്പോൾ ഇങ്ങനെ നക്കാനൊന്നും സമ്മതിക്കാൻ പാടില്ല. ഇപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ആൾ നല്ല രീതിയിൽ കേൾക്കുന്നൊന്നുമില്ല. ആളെ കണ്ണൊക്കെ കണ്ടില്ല, ഭയങ്കര റെഡായിട്ടുണ്ട് കേട്ടോ. ആ റെഡ് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് പേടിയായിട്ടുണ്ടായിരുന്നു. എന്താ അറിയില്ലല്ലോ, കണ്ണ് റെഡ് മാത്രമല്ല അവിടെയൊക്കെ ഒരു വീങ്ങിയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൾക്കും ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോട് കൂടിയിട്ട് നമ്മളവിടെ മഞ്ചേരി എത്തി. മഞ്ചേരി എത്തിയപ്പോൾ അവിടെ ബോർഡിങ്ങിൽ അത്യാവശ്യം പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു അമ്മയും മോളാണ് കേട്ടോ. ഇതിലുള്ള പല ഡോഗ്സിനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് പഗ്ഗിലും ലാബിലും ക്രോസ് ആണ് കേട്ടോ. വേറൊന്ന് കാണുന്നത് ബീഗിളാണ്. ഈ കളർ ബീഗിളിനെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുമാത്രമൊന്നുമല്ല, അതിൽ വേറെ ഏതൊക്കെ ഒരു ബ്രീഡ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അതിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാത്തിരിക്കട്ടോ. ഞങ്ങൾ വന്ന പാട് ആൾ നേരെ വെയിറ്റ് മെഷീൻമേൽ അങ്ങോട്ട് കയറി കേട്ടോ. എന്തോ സാധാ വന്നിട്ട് ചെയ്യണതല്ലേ എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു ആളുടെ ഒരു പ്രവൃത്തി. വന്നതും ആളവിടെ ഇരുന്നു. ആളും ഞങ്ങളെപ്പോലെ കാത്തിരുന്നു. കാലൊക്കെ മെല്ലെ പിടിച്ചിട്ട് മുറിവ് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ആളിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. എന്നാലും തൊടാനൊന്നും അങ്ങനെ സമ്മതിക്കുന്നില്ല കേട്ടോ. അവനെങ്ങനെ ചവിട്ടുന്നത് കണ്ടിട്ട് ആരൊന്നും വിചാരിക്കേണ്ട. അവന് ഇതുപോലെ ചവിട്ടണതും ഇറുക്കി പിടിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കിട്ടോന്നൊക്കെ പറയുമ്പോൾ തന്നെ അങ്ങോട്ട് തിരിഞ്ഞേക്കിട്ടെ എന്നാണ് നോക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ആൾ ചിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഡോക്ടർ വന്നില്ലേ, ഡോക്ടർ എപ്പോൾ വരും എന്നുള്ളൊരു ഭാവത്തിലൊക്കെ കേട്ടോ. എന്തോ ഇവനെന്തോ വയ്യാഞ്ഞിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണെന്ന് നല്ല ബോധത്തോടെയാണ് ആളിന്ന് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ അവനെ കൊണ്ടുവന്ന് വരുന്ന ഈ നിമിഷം വരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം എന്നുള്ളൊരു ചിന്ത അവനും ഉണ്ടായിരുന്നു കേട്ടോ. അവനും ഇത്തവണ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് വന്നു, വേറെ ഒന്നിനെല്ലാം മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ആളെ പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് മൂത്രമൊക്കെ ഒഴിപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ സിറ്റ് ഔട്ടിൽ അങ്ങോട്ട് കെട്ടി. രാവിലെ വരാൻ വിചാരിച്ചെങ്കിലും അവൻ്റെ പെട്ടെന്നുള്ള ഓരോ പരിപാടികൾ കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞ സമയത്ത് എത്താൻ വേണ്ടി പറ്റില്ല. അപ്പോഴേക്കും ഡോക്ടർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. പിന്നെ വൈകാതെ തന്നെ ഡോക്ടർ വന്ന് ആളെ ചെക്കൊക്കെ ചെയ്തു. സംഭവത്തിൽ താഴെയുള്ള പോർഷനിലായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇപ്പം താഴെയും അതുപോലെ തന്നെ മുകളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോർഷൻ തന്നെ അവന് കീറേണ്ട സാഹചര്യമായിട്ടാണ് ഇട്ടുള്ളത്. ഏകദേശം 1.25 മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുള്ള ഒരു സർജറി ആയിരുന്നു. സാധാരണ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വരാറില്ല. വരികയാണെങ്കിൽ പോലും അപ്പുറത്തെ കാതുമ്മലൊക്കെയാണ് വരിക. ഇത് അതേ കാതുമ്മ ഇതേപോലെ തന്നെ വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. കീറിക്കളയാന്നല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. നമ്മൾ വെച്ചുകൊണ്ടിരിക്കും തോറും അവനത് അപകടം ചെയ്യും. അവനെ കാത് ചുരുങ്ങാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളും അവന് വേണ്ടി പ്രാർത്ഥിക്കും.